കഴിഞ്ഞ ഒരു മാസമായി ഒളിവിലായിരുന്ന കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് കോഴിക്കോട് നിന്നാണ് പിടികൂടി കൊച്ചിയിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഏകദേശം 7ഓളം കേസുകളാണ് ഇവർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം മറ്റു പല ജില്ലകളിലും, അതായത് തൃശ്ശൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഇവർക്കെതിരെ കേസുകളുണ്ട്. ഏകദേശം 18ഓളം തട്ടിപ്പ് കേസുകൾ ഈ പറയുന്ന കാർത്തിക പ്രദീപിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇവർ പ്രധാനമായും ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തൊഴിലവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളിലുമൊക്കെ തന്നെ പരസ്യം ചെയ്യും. അങ്ങനെ വരുന്നവരെ ക്യാൻവാസ് ചെയ്ത് തന്ത്രപരമായി കെണിയിൽ കൊടുക്കുകയായിരുന്നു ഇവരുടെ രീതി. അങ്ങനെ ഒരാളിൽ നിന്ന് 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ഇവർ കൈക്കലാക്കിയിരുന്നത്. ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഈ കാർത്തിക പ്രദീപിൻ്റെ രീതി. ബാങ്ക് അക്കൗണ്ടുകളടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പുകൾ അത്രയും ഇവർ നടത്തിയിരുന്നത്. ഏകദേശം 2024 ഈ സ്ഥാപനം തുടങ്ങുന്നത്. പലർക്കും ജോലി കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇവർ പോലീസിൽ പരാതിയുമായി എത്തുന്നത്. കൂടുതൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് സ്ത്രീകളാണ്. പ്രത്യേകിച്ചും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ വിദേശങ്ങളിലാണ് ഇവർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്. അങ്ങനെ പലർക്കും ഈ ജോലി കിട്ടാതെ വന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുകയും ചെയ്തു പോലീസിന്. എന്തായാലും ഇവർ ഡോക്ടറെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പരിശോധന നടത്തി. ഇവർ ഉക്രൈനിൽ MBBS പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിരിക്കുന്നത്. അതോടൊപ്പം അവിടെ ചില ആശുപത്രികളിലും ഇവർ ജോലി ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ അത്തരത്തിൽ ജോലി ചെയ്ത, അതായത് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഇവർ പത്തനംതിട്ട സ്വദേശിനിയാണ്. താമസം തൃശ്ശൂരിലായിരുന്നു. തട്ടിപ്പിൻ്റെ പ്രധാന കേന്ദ്രമായി ഇവർ നടത്തിയിരുന്നത് കാര്യങ്ങളെല്ലാം കൊച്ചിയിലുമാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. ഇവർക്കെതിരെ കൂടുതൽ കേസുണ്ട്. ഏകദേശം 25-26 വയസ്സ് മാത്രമേ ഇവർക്കുള്ളൂ. ഇത്തരത്തിൽ ഈ തട്ടിപ്പ് രംഗത്തേക്ക് ഇവർ വരുന്നത് യുക്രൈനിൽ വെച്ച് തന്നെ സഹപാഠിയെ കബളിപ്പിച്ച് ഇവർ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ പോലീസിനുണ്ട്. പക്ഷേ അത് മറ്റ് വിദേശത്തായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഇവർ മറ്റു പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് സ്വന്തം നിലയിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ ഇവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓരോ കേസിലും നിയമ നടപടി ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇവരുടെ മറ്റ് പങ്കാളികൾ ആരെങ്കിലും ഉണ്ടോ, ഇവർക്ക് ഈ തട്ടിപ്പിന് കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.